പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവമേ, രക്ഷകനായ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, 8-ാം ദിവസത്തെ നിയോഗ പ്രാർത്ഥനയിലേക്ക് കടക്കുമ്പോൾ കർത്താവേ, ഈ 7 ദിവസവും നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച നിൻ്റെ മക്കൾ, അത് 43 ദിവസം ആണല്ലോ ടോട്ടൽ നിയോഗ പ്രാർത്ഥന. എൻ്റെ ദൈവമേ, മാനസികമായി വേദനിക്കുന്ന മക്കളുണ്ട്. അത് രോഗത്താലും കടഭാരത്താലും വിവിധ പീഡനങ്ങളാലും കടബാധ്യതകളാലും മക്കളെ പഠിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയും കടക്കിണികളും നിരവധിയായ പ്രതിസന്ധികളുണ്ട്. സകല വിശുദ്ധരെ, രക്ഷകനായ യേശുവേ, അവിടുത്തെ ഹിതം മാത്രം, പിതാവിൻ്റെ ഹിതം മാത്രം ഞങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. മാനസിക പീഡനകൾ അനുഭവിക്കുന്ന സകല മക്കൾ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തിന്മയുടെ ബന്ധനങ്ങളെയും അങ്ങ് നിർവീരാക്കണമേ കർത്താവേ. മനസ്സിന് ആനന്ദം, ആത്മസന്തോഷം കൊടുക്കണമേ കർത്താവേ. ആത്മസന്തോഷം കൊടുക്കണമേ കർത്താവായ യേശുവേ. ബഥേൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രത്തിനും ധ്യാന വിജയങ്ങൾക്കും വരാമോണ ധ്യാനങ്ങൾക്കും മാതാവിൻ്റെ കപ്പേള പണിതുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പണിക്കും ഭാവിയായ എനിക്കും കർത്താവേ, ഭാവിയായ എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടെ നിന്ന് ആശ്രവദിച്ച് അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവമേ, ഭൂസ്വർഗങ്ങൾ അധിപനായ ദൈവമേ, രക്ഷയുടെ വാഗ്ദാനമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ 43 ദിവസത്തെ നിയോഗ പ്രാർത്ഥന സമർപ്പിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സമൃദ്ധമായി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 16-ാം തീയതി വരാൻ പോകുന്ന മരിയൻ ധ്യാനവും 19-ാം തീയതി വൺഡേ ധ്യാനവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വരാനിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. തെക്കെന്ന് വടക്കെന്ന് പടിഞ്ഞാറ് കിഴക്കെന്ന് അനേകം മക്കൾ കടന്നു വരട്ടെ. വരുന്ന എല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. ബ്രദറിന് വേണ്ടി, ഭാവിയായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ വൈദികർ, സകല ടീം മെമ്പേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ധ്യാനം കൂടി പോയ എല്ലാവരുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരും ധ്യാന വിജയത്തിന് വേണ്ടി ബഥേൽ മാതാവിൻ്റെ ടീമിൻ്റെ ധ്യാനകേന്ദ്രത്തിൻ്റെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും പണിതുകൊണ്ടിരിക്കുന്ന കപ്പൽ, അവിടെ ധ്യാനകേന്ദ്രത്തിൻ്റെ പണികളെല്ലാം തീർത്തു തരണമേ. അതിനാവശ്യമായ സമ്പത്ത് നൽകണമേ. അതിനാവശ്യമായ പ്രാർത്ഥന നൽകണമേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. എൻ്റെ ഈശോയെ, ഈ 43 ദിവസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ടീമിന് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ 2 നിയോഗമുണ്ട്. ആ നിയോഗം ഈശോയെ അങ്ങേക്കറിയാമല്ലോ. 2 നിയോഗങ്ങൾ ദൈവമേ, ഈ നിമിഷം അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആ 2 കാര്യങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങളും നടത്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവേ. വേദനയാൽ അവരുടെ പ്രയാസങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ രോഗങ്ങൾ മറ്റുള്ളവർ അറിയാൻ പോലും കർത്താവെ, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത തരത്തിൽ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന അനേകം മക്കളുണ്ടല്ലോ കർത്താവെ. അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം നീട്ടി ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങളും അവരുടെ മേൽ സംഭവിക്കട്ടെ. ആമേൻ, 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 ആമേൻ. യേശുവേ, നന്ദി, നന്ദി, നന്ദി കർത്താവേ. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു മകന് വയറിളക്കവും കർത്താവെ സർദിൽ, കർത്താവിൻ്റെ നാമത്തിലെ സൗഖ്യം ഉണ്ടാകട്ടെ. കർത്താവെ, ബ്ലസ്സിയും അലൻ്റയ്ക്കും ഈ വരുന്ന 12-ാം തീയതിയിലത്തെ കർത്താവെ എക്സാം അത് പാസ്സാക്കി കൊടുക്കണമേ കർത്താവെ. മക്കളെ, അത് പാസ്സായാലാണ് അവർക്ക് കേരളത്തിൽ ഡോക്ടറായിട്ട് സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കണമേ. രോഗിയായ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. മോളെ, ഈ സാഹചര്യവും ഈ പ്രതിസന്ധികളും കടന്നു പോകും. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പുരാൻ്റെ വീഴ്ചയാമേ. ഈശോയുടെ മക്കളെ, നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ജോലിക്കും നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങൾക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും സമാധാനവും സന്തോഷവും സമൃദ്ധിയായി ദൈവം നൽകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മാസന്തോഷം ഉണ്ടാകട്ടെ. ആമേൻ. അനുഗ്രഹിക്കണമേ.